ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് അധികമുള്ള വീഡിയോ ആണ്. കാരണം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടേക്കാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ ആണിത്. കുറേ സാധനം ഇവിടെ പാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ. 4 പേരുടെ ഡ്രസ് ഉണ്ട്. അതെ, ഞാൻ മനുവേട്ടൻ, അമ്മു, മാമു, നമ്മൾ 4 പേരാണ് പോകുന്നത്. ശരിക്കും അശ്വിനും മിഥുവേട്ടനും ആമിച്ചും കൂടി ഉണ്ടാണ്ടാണ്. ചില കാരണങ്ങളാൽ അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ നമുക്കിപ്പോൾ പോകാണ്ടിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 4 ആൾ മാത്രമാണ് പോകുന്നത്. ഡ്രീം ട്രിപ്പാണ് ഗൈസ്. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹം. പോണം അല്ലേ? സ്നോ എക്സ്പീരിയൻസ് ചെയ്യണം. സ്നോ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഒരു പ്രാവശ്യം 2023 പോയിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മധുവും സ്നോ ഇതുവരെ കണ്ടിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ആ ഒരു ഡെസ്റ്റിനേഷൻ മതിയെന്ന്. അതെ, അങ്ങനെ. അപ്പം അതിൻ്റെ പാക്കിംഗ് 26 ഫസ്റ്റ് ട്രിപ്പ്. അതെ അല്ലേ? 26 23 പോയി, ഒരു ഇന്റർനാഷണൽ പോയി, 24 പോയി, 25 പോയി, 23 ഉണ്ടല്ലോ. ഞാൻ ഇന്റർനാഷണൽ ദുബായ്, ഞാൻ കുവൈറ്റ് പോയി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പെട്ടി പാക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറേ സാധനം പാക്ക് ചെയ്യാനുണ്ട്. 4 ആളെ പെട്ടിയും പാക്ക് ചെയ്യാനുണ്ട്. നമ്മൾ എയർ അറേബ്യയിലാണ് പോകുന്നത്. ഇന്ന് രാത്രി ഷാർജ ടു. അതെ, ഞാനിപ്പോൾ പറയട്ടെ. അപ്പോ ഇതാണ് കേസ് എന്റെ പെട്ടി. അതെ, നമുക്ക് 2 പെട്ടിയാണ് പാക്ക് ചെയ്യേണ്ടത്. 2 പെട്ടിയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഒന്നിതും പിന്നെ ഇവിടെ ഒരു ബ്ലാക്കും ഉണ്ട്. ഒന്നിൽ ഇവരുടെ 2 പേരുടെ വെക്കും, ഒന്നിൽ 2 മനുവേട്ടനും വെക്കും. അപ്പം നമുക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അധികം സാധനമുണ്ട്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞത് തന്നെ ഇന്നലെയാണ്. കാരണം നമ്മൾ നല്ലോണം ലേറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒന്നും സാധനം മേടിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രിയാണ് നമ്മൾ കോട്ട് വരെ വാങ്ങിച്ചത്, വിന്റർ ജാക്കറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്ടി പാക്കിങ്ങിലേക്ക് നടക്കാം. ആർക്കെങ്കിലും നമ്മുടെ ജാക്കറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ കിട്ടിയില്ല ഗൈസ്, ലിങ്ക് കിട്ടില്ല ഗൈസ്. ഷോപ്പിന്റെ പേരെങ്കിലും പറഞ്ഞുതരാം. അതെ, അപ്പൊ നിങ്ങൾ ഇതാക്കുന്നേ. ഞങ്ങൾക്ക് ഒന്ന് മതിയാ? 4 പെട്ടി എടുക്കണ വേണ്ട ഗൈസ്. മാധുവിന്റെ എടുക്കാം. ഞങ്ങൾ ഇടാം. നീ കിട്ടോ പൊട്ടാനിപ്പോ കുപ്പായുള്ളൂ ഗൈസ്, പൊട്ടുന്ന വേറൊന്നുമില്ല. നാട്ടിലേക്ക് പോകുമ്പോ അത് ഇത്ര ഉറപ്പില്ലാത്തെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ പാക്ക് ചെയ്യാം. എടുക്കും. നമുക്ക് ശരിക്കും ഒരു 5 ദിവസത്തെ ട്രിപ്പാണ്. ഇന്ന് ഇട്ട് പോകുന്ന ഡ്രസ്സ് നമ്മൾ കാണിക്കുന്നില്ല, അതല്ലാണ്ട് ഒരു 4 ഡ്രസ്. ദിസ് ഈസ് മൈ ഡ്രസ്. ഇതാണ് ഞങ്ങൾ അവിടെ പോയി ഇടാനുള്ള ഉദ്ദേശിക്കുന്ന ഡ്രസ്. വലിയ നല്ല ഡ്രസ്. അങ്ങനെ കിട്ടണം. നിന്നെ കിട്ടുന്നുണ്ടാവോ? മടങ്ങിയിട്ട് എടുക്കണം ഗൈസ്. ഇതാണ് അമ്മുന്റെ. നമുക്ക് 2 ജീൻസും എല്ലാം പുതിയ ഡ്രസ്സാണ്. പക്ഷെ ഒരു ഭൂമില്ല. പക്ഷെ എന്റെ പാന്റ് സൂപ്പർ ഗൈസ്. 2 പാന്റും 4 ടോപ്പാണ് നമ്മൾ എടുത്തിട്ടില്ല. കാരണം അധികം വെറുതെ വെയിറ്റ് കൊണ്ടാണ്. 2 പാന്റ് മതി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട് പോകും. നമ്മൾ ഇപ്രാവശ്യം തെർമലും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതെ, ഇനി ഡ്രസ്. This is my night dress. Yes. Next. കഴിഞ്ഞു. ഇത്രയാണ് ഇവിടെ സാധനം. പിന്നെ അടുത്തത് മാധുവിൻ്റെ. മാധുവിനും നമ്മളെല്ലാവരും 2 പാന്റും 4 ടോപ്പുമാണ് എടുത്തിട്ടുള്ളത്. This is her night dress. നിരഞ്ജനാ's night dress. ഗൈസ്, അപ്പൊ ഇതാണ് നിരഞ്ജന BSന്റെ ഡ്രസ്. ഇത് വേണ്ടിയില്ല, നല്ല തുണിയാണ്. എൻ്റെത് മാത്രമല്ലോ ക്രാന്തം പിടിച്ചിട്ട് വേഗം മേടിച്ചു. ഇനി 2 അത് എടുക്കണ്ടായിരുന്നു. ഇത് ഇതിന്റെ സ്മോൾ എല്ലാം ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. കുറച്ച് ലൂസ് ആയിരുന്നു സാറിയായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വിധി. നിരഞ്ജന BSന്റെ പാന്റ്. ഇത് തെർമൽ. നിന്റെ തെർമൽ വെച്ചോല്ലേ ഈ സൈഡ് വെക്കുന്നുട്ടോ. ഓക്കെ, എന്തുള്ളത്? സ്കാർഫ്. സ്കാർഫ് എടുക്ക്. സ്കാർഫ് ഇപ്രാവശ്യം നമ്മൾ എന്തെല്ലോ പഠിച്ചിട്ട് എന്തിനൊന്നും ആർക്കും അറിയില്ല. ബ്രാൻഡഡ് നല്ല എടുക്കുന്നുണ്ടാവില്ല. ഇന്നിപ്പോ എടുക്കണം, എല്ലാം കൂടി കയ്യിൽ പിടിക്കണ്ടേ. ആ കോട്ട് മറ്റത് എടുക്കുന്നുണ്ട്. 2 സ്കാർഫ്. സ്കാർഫ് ബാഗിൽ വെച്ചാലോ? നീ ഹാൻഡ് ബാഗില്ലേ? എന്റേത് എടുത്തുന്നേ. ഇത് മാസ്ക്. ചെവിക്കോ കെട്ടാൻ വേണ്ടി വന്നത് മാസ്കാ. മാസ്കും ഇവിടെ അല്ലേ. പിന്നെ നമ്മള് കുറച്ച് സോക്സ് അധികം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് തെർമൽ സോക്സ്. നമുക്ക് ഇത് വെക്കാം.
സാധനങ്ങളാണ് ഈ പെട്ടിയിൽ നമ്മൾ വെക്കുന്നത്. ഗ്ലൗസും കൂടി ഉണ്ട്. നമ്മൾ ഗ്ലൗസും കൂടി വാങ്ങിച്ചിട്ട് എല്ലാവരും ബൈക്ക് റൈഡിന് പോകുന്ന പോലെയുണ്ട്. ഇത് എൻ്റെത്, ഇത് ഉള്ളത്, ഇത് മാങ്ങുണ്ട്. ഞങ്ങൾ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് എടുത്തത്. ഇനി നമുക്ക് ഇവര് മറ്റേ മൂടാണ് രണ്ടാള്, ഒരാളെ നോക്കുന്നത് എന്നിട്ട് ഒരേപോലത്തെ സാധനം എടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ മാറ്റി. അപ്പൊ നമ്മള് ഒരു പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത പെട്ടി പാക്ക് ചെയ്യാം. അങ്ങനത്തെ ഒരേ പ്രോസസ് തന്നെ. അപ്പുറത്തത് വാരി ഇപ്പുറത്തത് വെക്കും. ഞാൻ എന്തായാലും കട്ട് ചെയ്യും പറയുന്നത് ഞാൻ വെക്കില്ല. ഗൈസ് എന്റെ 2 ജീൻസ് കുപ്പായൊന്ന് കാണിച്ചു കൊടുക്കും. വേണ്ട, കാണിച്ചു കൊടുക്കും. ഞാനില്ലേ ഇതില് 2 എണ്ണം മുന്നേ ഓർഡർ ചെയ്തതാണ്. ഇപ്പൊ ഓർഡർ ചെയ്തതാണ്. മുമ്പേ ഓരോ സമയത്ത് ഇങ്ങനെ ആ നോക്കി കണ്ടുപിടിച്ച് ഓർഡർ ചെയ്യും. എന്റെ 4 ദിവസത്തേക്കില്ലേ. എനിക്ക് തെർമലിന്റെ ആവശ്യം ഉണ്ടാവും എനിക്ക് തോന്നില്ല, നിന്റെ അങ്ങനത്തെ തുണിയാണ്. അത് എത്തിയാലറിയാം. എന്റെ ടോപ്പ് ഇത് ഷെയ്നും ഗൈസ് എന്റെ പാന്റും ടോപ്പും വെച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എടുത്ത ഡ്രസ് 2 എണ്ണം. ചിലവരൊന്നും എടുത്തിട്ടും തോന്നുന്നത് ഞാൻ 2 എണ്ണം എടുത്തിനെ. ഞാനൊന്നും എടുത്തിട്ടു. പിന്നെ എന്റെ ബാക്കി സംതിങ് ഞാൻ പിന്നെ എടുത്തു വെക്കാം. അത് അകത്തുണ്ട്. ഇനി നമുക്ക് മനുവേട്ടല്ലേ മനുവേട്ടന്റെ 2 പാന്റ്, പിന്നെ മനുവേട്ടന് ടീഷർട്ട്സ് അല്ല, സ്വെറ്റ് ഷർട്ട് അല്ലേ, സ്വെറ്റ് ഷർട്ട്, ഒരു തോർത്ത്, വീട്ടിൽ നിന്ന് എടുത്തൊരു ഡ്രസ്സ്, ഞങ്ങളെ ഇന്നർ വെയർ. ഊട്ടിയെ തുറക്കാം. അല്ല, ഇത് നമ്മളെ തമ്മൽ. ഊട്ടിയെ തുറക്കാം. ബാക്കിലേക്ക് ഓ ഇത് ഇതിലൊക്കെ ഉണ്ട്. തൊപ്പി, ഇത് മറ്റേ മാസ്ക്. ഇനി നമ്മളെ ഇന്നർ വെയർ കണ്ട്, പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്. അതെ, പക്ഷെ അതിൽ വെക്കാം. ഐനിയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. ഒരു ഇതും ഹെയർ ഡ്രയർ. ഞാൻ അവിടെ പോയാലും തല കുളിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മ പോയിട്ട് അഡാപ്റ്റ് ചെയ്യണം. എപ്പോഴും കുളിക്കേണ്ടിയെന്ന ജലദോഷത്തായാൽ പോയില്ലേ. അമ്മേ മറ്റേ വെക്കാൻ അതിന് വെക്കേണ്ടി വരും കേട്ടോ. ഗൈസ് അപ്പൊ അടുത്ത പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു. 20 കിലോന് മേലെ ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ 2 പെട്ടിയും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങും. 8:45 നമുക്ക് ഫ്ലൈറ്റ് ഷാർജ ചെയ്യുന്നത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും. ഇങ്ങനെ അറിയില്ല, സമയമുള്ളതുപോലെ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ മുടി വരുന്നതിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. ബാക്കിൽ അച്ഛനും മനുവേട്ടനും അതിലും നോക്കുന്നുണ്ട്. ബൈ.